വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സെവൻത് സ്റ്റാൻഡേർഡിലെ എട്ടാമത്തെ ചാപ്റ്റർ, സോഷ്യൽ സയൻസിന്റെ എട്ടാമത്തെ ചാപ്റ്റർ ആണ്. അധികാരം ജനങ്ങൾക്ക് എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ഈ ചാപ്റ്ററിൽ തുടക്കമൊന്നും നമുക്ക് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. കുട്ടികൾക്ക് മനസ്സിലാവാനുള്ള കുറെ ഒരു ഗ്രാമത്തിലെ വിശേഷങ്ങളെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ടും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പഞ്ചായത്തി രാജ് സംവിധാനത്തെ കുറിച്ചും അതുപോലെ തന്നെ നമ്മളോട് നഗരപാലിക നിയമത്തെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണേ. അതിന്റെ ഇടയിൽ ഗാന്ധിജിയുടെ ഒരു ഉദ്ധരണി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്റെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജ് മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പരം സഹായത്തിൽ ഏർപ്പെടുന്നതുമായ ഒരു പൂർണ്ണ റിപ്പബ്ലിക് ആണ്. അതിനാൽ ഓരോ ഗ്രാമത്തിന്റെയും പ്രധാന താല്പര്യം ഭക്ഷ്യ വിളവും തുണിക്ക് ആവശ്യമായ പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കും. കന്നുകാലികൾക്ക് പ്രത്യേകം സ്ഥലവും പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദശാലകളും വേണം. മനസ്സിലാവുണ്ടോ? കൂടുതൽ ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ പണം സമ്പാദിക്കാനുള്ള തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്ന് ഗാന്ധിജി അദ്ദേഹത്തിന്റെ ഹരിജൻ എന്ന് പറയുന്ന പത്രത്തിൽ പറയുണ്ടായി. ഗാന്ധിജിയുടെ സ്വപ്നമാണ് ഗ്രാമസ്വരാജ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, കണ്ടോ, ഇന്ത്യയുടെ ആത്മാവ് എവിടെയാണ്? ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നത്. ഗാന്ധിജി പ്രധാനമായിട്ടും ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? അപ്പോ ഗാന്ധിജിയാണ്. ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യപുരോഗതി സാധ്യമാകൂ എന്നുമാണ് ഗാന്ധിജി വിശ്വസിച്ചത്. ജനാധിപത്യ ഭരണത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളായതിനാൽ പഞ്ചായത്തുകളുടെ അധികാരം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം അത് ജനക്ഷേമകരമായിരിക്കും. അതായത് പഞ്ചായത്തുകൾക്ക് നമ്മൾ മാക്സിമം അധികാരം കൊടുത്തു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് അത്രയും മാത്രം ക്ഷേമം ഉണ്ടാക്കും എന്നാണ് ആര് പറയണേ? ഗാന്ധിജി പറയണേ. സ്വയംഭരണ ഗവൺമെന്റ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമസ്വരാജിനെ വിശേഷിപ്പിച്ചത്. അപ്പൊ ഗാന്ധിജി ഗ്രാമസ്വരാജിനെ വിശേഷിപ്പിച്ചത് ഏത് അർത്ഥത്തിലാണ്? സ്വയംഭരണ ഗവൺമെന്റ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമസ്വരാജിനെ വിശേഷിപ്പിക്കുന്നത്. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗമാണ് അധികാര വികേന്ദ്രീകരണം. അപ്പൊ ഗാന്ധിജി പറഞ്ഞ ഗ്രാമസ്വരാജ് നടത്തണമെങ്കിൽ നമ്മൾ അധികാരം ഓരോരുത്തർക്കും എന്താണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് എന്തു പൂർണ്ണമാകുന്നത്? ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ഗാന്ധിജിയുടെ ആ സങ്കല്പം തന്നെ പൂർണ്ണമാകുന്നത് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഈ ഏരിയ ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയാണ് ഗ്രാമസ്വരാജിനെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് എന്താ പറയുന്നത്? അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴല്ല, പകരം എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. അപ്പൊ അധികാരം ഒരാളിൽ മാത്രം അത് കേന്ദ്രീകരിച്ച് നിന്നാൽ അത് സ്വേച്ഛാധിപത്യമായി മാറില്ലേ? അതുകൊണ്ട് അത് ഒരാളിൽ മാത്രം കേന്ദ്രീകരിക്കാനായിട്ട് പാടില്ല. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. അപ്പൊ എന്തിനെയാണ് അധികാര വികേന്ദ്രീകരണം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേന്നാ പറയണേ? അതായത് എന്താണ്? അതായത് രാഷ്ട്രീയ വ്യവസ്ഥയിലോ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിൽ വരുത്താനുമുള്ള അധികാരം ആർക്ക് കൈമാറണം? ജനങ്ങൾക്ക് കൈമാറണം. എങ്ങനെ കൈമാറണം? നിയമപരമായി കൈമാറണം. അതിനെയാണ് എന്ത് പറയുന്നത്? അധികാര വികേന്ദ്രീകരണം. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിൽ വരുത്താനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് ബോക്സിൽ കൊടുത്തേക്കാണ്. ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം. നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു? വികേന്ദ്രീകരണം പറഞ്ഞു. ഇത് കേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വ്യക്തിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഇവിടെ സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാൻ
ചെയ്യാനുള്ള അവസരം താരതമ്യേന കുറവാണ്. അപ്പൊ കേന്ദ്രീകരണത്തിൽ എല്ലാവർക്കും അവകാശമില്ല, വികേന്ദ്രീകരണം വരുമ്പോഴേ അവകാശമുള്ളൂ. അപ്പൊ അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷതകളാണ് പറയുന്നത്. അത് ഉണ്ടായി കഴിഞ്ഞാൽ, അധികാര വികേന്ദ്രീകരണം ഉണ്ടായി എന്തൊക്കെ ഉണ്ടാവും? പ്രാദേശിക മേഖലകളിൽ ധാരാളം വികസനം ഉണ്ടാവും. വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന അനുസരിച്ച് നമുക്കിപ്പോ ഗ്രാമസഭ അങ്ങനെയൊക്കെ കൂടിയിട്ട് എന്താണ്, എവിടെയാണ് എന്തൊക്കെയാണ് ആവശ്യം എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ആവശ്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് പറ്റും. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും ഉണ്ടാവുമല്ലോ. ഗ്രാമസഭയിലൊക്കെ ആ ഗ്രാമത്തിൽ ഒരു വാർഡിലെ ആൾക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഗ്രാമസഭയ്ക്ക് ഉണ്ടാവണേ. അപ്പൊ അവിടുത്തെ ഓരോരുത്തരും, ഓരോ സാധാരണ പൗരന്മാരെ വോട്ട് ചെയ്യുന്ന വ്യക്തികളാണ് അവരുടെ അഭിപ്രായങ്ങൾ അവിടെ പറയണേ. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വികസനം ഉണ്ടാവാൻ സാധിക്കുന്നു. പ്രത്യേകിച്ചും എന്താ പറയുക, കൃഷിയുമായി ബന്ധപ്പെട്ട മേഖലകളില് അല്ലെങ്കിൽ ചെറിയ ചെറിയ രീതിയിലുള്ള വ്യവസായങ്ങളും കാര്യങ്ങളൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ തുടങ്ങണമെങ്കിൽ അതിനൊക്കെ അങ്ങനെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം സാധ്യമാകുന്നു. സ്ത്രീകൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നതും ഏതുവഴിയാണ്? അധികാര വികേന്ദ്രീകരണം വഴിയാണ്. അപ്പൊ അവർക്കൊക്കെ ചെറിയ ചെറിയ എന്ത് കൊടുക്കുകയാണ്? അധികാരങ്ങൾ നിയമപരമായിട്ട് കൊടുക്കുമ്പോൾ അത് ഭംഗിയായിട്ട് അവർ പൂർത്തീകരിക്കുന്നു എന്നാണ് പറയുന്നത്. പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗ്രാമീണ ഭരണ വ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത്. ഗ്രാമജീവിതത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളായിരുന്നു അവ. അത് പഞ്ച, അതായത് 5 എന്ന് പറയും അല്ലെ. പഞ്ച ആയത് അതായത് യോഗം അല്ലെങ്കിൽ സമ്മേളനം. പഞ്ച എന്ന് പറഞ്ഞ 5, ആയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മേളനം. അങ്ങനെയാണ് അത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് പഞ്ചായത്ത് ഉണ്ടായെന്ന്. മനസ്സിലായോ നിങ്ങൾക്ക്? ഗ്രാമജീവിതത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളായിരുന്നു പഞ്ചായത്ത്. പഞ്ച എന്നാൽ 5 എന്നും ആയത് എന്നാൽ യോഗം അഥവാ സമ്മേളനം എന്നുമാണ് അർത്ഥം. എന്നീ 2 സംസ്കൃത പദങ്ങൾ ചേർന്നാണ് പഞ്ചായത്ത് എന്ന പദം ഉണ്ടായത്. അപ്പൊ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു സംസ്കൃത പദമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്ത്യയിൽ പഞ്ചായത്ത് ഭരണ സംവിധാനം ദുർബലമാകാൻ തുടങ്ങി. എന്നാൽ 1882 ബ്രിട്ടീഷുകാരനായിട്ടുള്ള റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത്. അപ്പൊ റിപ്പൺ പ്രഭു 1882 എന്ത് കൊണ്ടുവന്നു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നു. 1935 എന്ത് കൊണ്ടുവന്നു? ബ്രിട്ടീഷുകാര് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നു. ഈ ആക്ട് നിലവിൽ വന്നതോടുകൂടി എന്തുണ്ടായി? പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ കൂടുതൽ അധികാരം നൽകുകയും അവ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ പണ്ടുണ്ടായിരുന്നു, പിന്നീട് അത് ഇല്ലാണ്ടായി. എങ്ങനെയാ ഫോം ആയെന്നാ പറയണേ? സംസ്കൃത വേർഡിൽ നിന്നാണ് പഞ്ചായത്ത് ഉണ്ടായത്. പഞ്ച എന്നാൽ 5 എന്നും ആയത് എന്നാൽ എന്താ അർത്ഥം? യോഗം അല്ലെങ്കിൽ സമ്മേളനം. അങ്ങനെ പഞ്ച ആയത് എന്നിവ രണ്ടും ചേർന്നാണ് പഞ്ചായത്ത് എന്ന പദം ഉണ്ടായത് എന്നാ പറയണേ അല്ലെ. റിപ്പൺ പ്രഭുവാണ് എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത് എന്നും അത് കുറച്ചും കൂടിയും എന്താണ് അതിനെ പുനഃസംഘടിപ്പിക്കാനും കൂടുതൽ അധികാരങ്ങളൊക്കെ നൽകാനും സാധിച്ചത് ഏത് ആക്ടിലോട് കൂടിയാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടോട് കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ പഞ്ചായത്ത് എങ്ങനെയാ രൂപീകരിക്കണ്ടേ അല്ലെ? എത്ര വാർഡുകൾ വേണം? ഒരു വാർഡിൽ എത്ര വ്യക്തികൾ വേണം അല്ലെ? എത്ര ആൾക്കാർ വേണം? അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 40 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 40 എങ്കിലും ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെ അഭാവം ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ഇത് പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമായി നിരവധി കമ്മിറ്റികൾ നിയോഗിക്കപ്പെട്ടു. അങ്ങനെ പഞ്ചായത്ത് ഭരണത്തിനെ കുറിച്ച് കുറച്ചും കൂടി പഞ്ചായത്ത് ഭരണം കുറച്ചും കൂടി സ്ട്രോങ് ആവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റും എന്നറിയാൻ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? 2 കമ്മിറ്റികളെ പല സമയത്തായി നിയോഗിച്ചു. ആദ്യം നിയോഗിച്ചത് ഏത് കമ്മിറ്റിയാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ബൽവന്ത് റായ് മേത്ത എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയും രണ്ടാമത് അശോക് മേത്തയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുമാണ്. അപ്പൊ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 രൂപീകൃതമായ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്താ പറയണേ? ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവയാണ്. ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്കാണ്. മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിന്. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യേക
പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് നടത്താം. ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തെരഞ്ഞെടുപ്പ് നടത്താം. അതാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 പറഞ്ഞ ശുപാർശ. ഇനി അശോക് മേത്ത കമ്മിറ്റി 1978 എന്താ പറഞ്ഞെന്നാ പറയണേ? ദ്വിതല പഞ്ചായത്ത് സംവിധാനമാണ്. അപ്പോ ത്രിതല പഞ്ചായത്ത് സംവിധാനം ശുപാർശ ചെയ്തു ആര്? ബൽവന്ത് റായ് മേത്ത. ദ്വിതല പഞ്ചായത്ത് സംവിധാനം ശുപാർശ ചെയ്തു ആര്? അശോക് മേത്ത. ക്ലിയർ ആയോ മക്കളെ? ഇനി അശോക് മേത്ത പറയാണ് മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ ദ്വിതല പഞ്ചായത്ത്. ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാ തല ആസൂത്രണത്തിന്റെ ചുമതല. മണ്ഡൽ പഞ്ചായത്തുകൾക്ക് എന്തിന്റെ ചുമതല? ഗ്രാമങ്ങളുടെ ചുമതല കൊടുക്കുക. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുതയുണ്ട്. പട്ടികജാതി പട്ടികവർഗ സംവരണം വേണം. അപ്പൊ പട്ടികജാതി പട്ടികവർഗ സംവരണത്തെ കുറിച്ച് പ്രതിപാദിച്ചത് ആരാണ്? അശോക് മേത്തയാണ്. അപ്പൊ ബൽവന്ത് റായ് മേത്ത ത്രിതല സംവിധാനം പറഞ്ഞു, അശോക് മേത്ത ദ്വിതല സംവിധാനം. ഇന്ന് ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് നിലവിലുള്ളതെന്ന് നമുക്കറിയാം അല്ലെ? അശോക് മേത്ത ദ്വിതലത്തിലുള്ള സംവിധാനത്തെ കുറിച്ചും ബൽവന്ത് റായ് മേത്ത ത്രിതല സംവിധാനത്തെ കുറിച്ചും പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ സംവരണത്തെ കുറിച്ച് അശോക് മേത്ത തന്നെയാ പറഞ്ഞത്. അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്ത വർഷം 1978, അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്ത വർഷം ബൽവന്ത് റായ് മേത്ത എന്നാണ്? 1957. ഇനി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ്? എവിടെ വന്നു? രാജസ്ഥാനിൽ നിലവിൽ വന്നു. എന്ന് വന്നു? 1959 ഒക്ടോബർ 2 വന്നു. എന്താ ഒക്ടോബർ 2 വരാൻ കാരണം? മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ്. അദ്ദേഹമാണ് ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ആശയത്തിന്റെ ആള് അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് അന്ന് വരാനുള്ള കാരണം. രാജസ്ഥാനിലെ നാഗൌർ ജില്ലയിലെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ഗാന്ധിജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പഞ്ചായത്തി രാജ് സംവിധാനം 1959 ഒക്ടോബർ മാസം 2-ാം തീയതി രാജസ്ഥാനിലെ നാഗൌർ എന്ന ജില്ലയില് ആർ ഉദ്ഘാടനം ചെയ്തു? പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തു. അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തുടർന്ന് തമിഴ്നാട്ടിലും അടുത്തത് വെസ്റ്റ് ബംഗാളിലും പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നു. അപ്പൊ ആദ്യം രാജസ്ഥാനില്, പിന്നെ ആന്ധ്രാപ്രദേശില്, പിന്നെ തമിഴ്നാട്ടില്, പിന്നെ വെസ്റ്റ് ബംഗാളില് ഒക്കെ തന്നെ എന്ത് നിലവിൽ വന്നു എന്നാ പറയണേ? നമ്മുടെ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നോക്കിയേ, ഭരണഘടനാ ഭേദഗതി. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെന്റ്മെന്റ്സ് വരുത്തിയിട്ടുണ്ട്. അതാ പറയണേ, അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികൾ ശുപാർശകൾ അതായത് ഓരോരോ കമ്മിറ്റികളെ നമ്മൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വന്നു, അശോക് മേത്ത കമ്മിറ്റി വന്നു, അവരൊക്കെ അവരുടേതായിട്ടുള്ള കുറച്ച് ഡയറക്ഷൻസ് പറഞ്ഞു. അപ്പൊ അത് രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നതിലെ കാലതാമസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിലും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി. അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകാനായിട്ട് ആര് തീരുമാനിക്കുകയാണ്? ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്. അങ്ങനെ 1992 73, 74 എന്നീ 2 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കുന്നു. 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് നിയമവും 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലിക നിയമവും നിലവിൽ വന്നു. അപ്പോ പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം നിലവിൽ വരാൻ കാരണമായിട്ടുള്ള 2 ഭേദഗതികൾ, 73-ാം ഭേദഗതി, 74-ാം ഭേദഗതി വന്ന വർഷം 1992. 73-ാം ഭേദഗതിയിലെ ആരെ കുറിച്ച് പറയുന്നു? പഞ്ചായത്തി രാജ് നിയമത്തെ കുറിച്ചും. 74-ാം ഭേദഗതിയിൽ എന്തിനെ കുറിച്ചും? നഗരപാലിക നിയമത്തെ കുറിച്ചും പറയുന്നു. ഇനി നമ്മൾ എന്താണ് 73-ാം ഭേദഗതി പ്രകാരം പഞ്ചായത്തി രാജ് സംവിധാനം എന്നാണ് പഠിക്കുന്നത്. ഗ്രാമസഭകൾ രൂപീകരിക്കുക. അതായത് ഒരു പഞ്ചായത്തില് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? ഗ്രാമസഭകൾ രൂപീകരിച്ചോളണം. പഞ്ചായത്തിന് എത്രയാ കാലയളവ്? 5 വർഷത്തെ കാലയളവ് കൊടുക്കണം. അവിടെ എന്ത് വേണം? പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംവരണം കൊടുക്കണം. പിന്നെ ആർക്ക് സംവരണം കൊടുത്തോളണം? വനിതകൾക്ക് സംവരണം കൊടുത്തോളണം. ഇതിന്റെ പഞ്ചായത്തില് തെരഞ്ഞെടുപ്പ് നടത്തണം. തെരഞ്ഞെടുപ്പ് നടത്താൻ ആർക്കാ ചുമതല? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പഞ്ചായത്തിന്റെ എന്ത് നടത്തേണ്ടത്? എലക്ഷൻ നടത്തേണ്ടത്.
വേണ്ടത്. ഇനി 5 വർഷത്തിലൊരിക്കൽ എന്ത് വേണം? ധനകാര്യ കമ്മീഷൻ നിലവിൽ വരണം. ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് പഞ്ചായത്തിൽ വേണ്ടത്. എങ്ങനെ? അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അല്ലെ? അപ്പോ ഇങ്ങനെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ ത്രിതല സംവിധാനത്തോടുകൂടി പഞ്ചായത്ത് 5 വർഷത്തെ കാലാവധിയോടുകൂടി പട്ടികജാതി പട്ടികവർഗക്കാർക്കും വനിതകൾക്കും സംവരണം നൽകി, അല്ലെ? ഒരു ഗ്രാമപഞ്ചായത്ത് അല്ല ഒരു പഞ്ചായത്തി രാജ് സംവിധാനം ഏത് ഭേദഗതിയിൽ പറയുന്നു? 2 ഭേദഗതികളാണ് നമ്മൾ പഠിച്ചത്, 73ഉം 74ഉം, അല്ലെ? ഇനി 74ആം ഭേദഗതി എന്തിനെ കുറിച്ചാ പറയണേ? നഗരപാലികയെ കുറിച്ചാ പറയണേ. അപ്പൊ അവിടെ എന്ത് വേണം? വാർഡ് സഭകൾ രൂപീകരിക്കണം. അപ്പൊ നമുക്ക് അപ്പോ പഞ്ചായത്തിൽ ഗ്രാമസഭയാണെങ്കിൽ മനസ്സിലാക്കുക നിങ്ങള്, പഞ്ചായത്തിൽ എന്താ ഉള്ളേ? ഗ്രാമസഭയാണ്. എന്നാൽ എന്താണ്? നഗരപാലിക നിയമം അനുസരിച്ച് എന്ത് സഭകളാ രൂപീകരിക്കുക? വാർഡ് സഭകൾ രൂപീകരിക്കും. ഇനി ഭരണകാലാവധി എത്ര തന്നെയാണ്? 5 വർഷം തന്നെയാ. അവിടെയും പട്ടികജാതിക്കാർക്കൊക്കെ സംവരണം ഉണ്ട്, വനിതകൾക്ക് സംവരണം ഉണ്ട്. തെരഞ്ഞെടുപ്പ് ചുമതല ആർക്കാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ നിലവിൽ വരും. 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ നിലവിൽ വരും. 2 തരം നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ്. 2 തരം എന്താ പറയുക? നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ. എങ്ങനെ? ഏതൊക്കെയാണ്? ഒന്ന് നഗർ പഞ്ചായത്ത്. എന്താണ് നഗർ പഞ്ചായത്ത്? അടുത്തത് എന്താണ്? മുനിസിപ്പൽ കൗൺസിൽ. കേരളത്തിൽ അങ്ങനെയാണ് എന്താ പറയാ ഇതിനെ? മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്നൊക്കെ പറയും, അല്ലെ? ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പൊ ഇതാണ് 73, 74 ഭരണഘടനാ ഭേദഗതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങള്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഘടന അവിടെ കൊടുത്തേക്കണേ. പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. നഗരപാലിക സംവിധാനത്തിൽ മുനിസിപ്പൽ കൗൺസില്, മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിങ്ങനെ. ക്ലിയർ ആയോ? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്, ശ്രദ്ധിച്ചു പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ജനകീയാസൂത്രണം കേരളത്തിൽ 73, 74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയെ നമ്മൾ ജനകീയാസൂത്രണം എന്ന് പേരിട്ട് വിളിക്കുന്നു. പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി അവ നടപ്പിലാക്കുന്നതിനാവശ്യമായ ഉദ്യോഗസ്ഥർ, സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ജനകീയാസൂത്രണം വഴിയൊരുക്കി. ഈ ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. 2005 പഞ്ചായത്തി രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തി. അത് ക്ലിയർ ആയിട്ട് ഓർക്കണം. 2005 പഞ്ചായത്തി രാജ് ഭേദഗതിയിലൂടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ 10% സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. പദ്ധതി വിഹിതത്തിൽ 10% ആർക്കാണ്? സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികളാണ്. ഇനി അടുത്തത് അങ്ങനെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളൊക്കെ എന്താ ചെയ്തിട്ട് എന്താ പറയുക? അധികാര വികേന്ദ്രീകരണ പ്രക്രിയയില് കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നാ പറയണേ. ഇനി ചുമതലകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ബോർഡ് നോക്കാനാ പറയണേ. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യണേന്ന്. അപ്പോ നമ്മളോട് ചോദിക്കാറുണ്ട്, ജനന മരണ രജിസ്ട്രേഷൻ നടക്കുന്നത് എവിടെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. സ്ഥിതി വിവരണ കണക്കുകൾ ശേഖരിക്കും അവര്. പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും വഹിക്കും. മാതൃശിശു വികസനം നടത്തും. കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകും. വീടുകളും കാര്യങ്ങളൊക്കെ പണിയാൻ. പരമ്പരാഗത ജലസ്രോതകൾ സംരക്ഷിക്കും. മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. വളർത്തു നായകൾക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇതൊക്കെ നടത്തുന്നത് ആരാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ക്ലിയർ ആയില്ലേ? അപ്പോ ഇനി ഇവിടെ നമ്മൾ എന്താ പറയണത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് പഠിച്ചത് മിഴി എന്ന് പറയുന്ന ഒരു കുട്ടി മുത്തശ്ശിയോട് വിവരിക്കുന്ന കാര്യങ്ങളാ. അപ്പൊ അതൊന്നും നമുക്ക് പഠിക്കേണ്ട അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും അവിടെ പറയാണ്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ നമ്മൾ പഠിക്കണം. അധികാര വികേന്ദ്രീകരണം 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോഴും നേട്ടങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കാതെ പരിമിതികൾ കൂടി തിരിച്ചറിഞ്ഞ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോ അതിന്റെ ആ ഒരു വെല്ലുവിളികളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ. അതായത് ഓരോന്നിനും ഇത്രയൊക്കെ പദ്ധതികൾ ഇത്ര രൂപ എന്നൊക്കെ പറയും, പക്ഷെ കൃത്യമായിട്ട് സമയത്തിന്
സമൂഹത്തിന് ആ എന്ത് ലഭിക്കില്ല, വിഹിതം ലഭിക്കില്ല. വികേന്ദ്രീകരണം പൂർണ്ണമായും നടപ്പിലാക്കപ്പെടാത്ത സാഹചര്യം, ഗ്രാമസഭകളിലെ ആൾക്കാർ വരൽ കുറവാണ്. അതുപോലെ ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനതു വരുമാനത്തിലെ വളരെയധികം കുറവ്. ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകൾക്കൊക്കെ വരുമാനം വളരെ കുറവാണ്. ഭൗതിക സാഹചര്യങ്ങളുടെ വളരെ കുറവുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ എന്തിന് കാരണമാണെന്നാ പറയുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അങ്ങോട്ട് നല്ല രീതിയിൽ പോവാൻ പറ്റാത്തതിന്റെ കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ഇത്രയാണ് ഇതിനെക്കുറിച്ച്. അതിന്റെ ഒരു കൺക്ലൂഷൻ കൊടുത്തേണ്ട, ജനാധിപത്യം അർത്ഥവത്താകുന്നത് അധികാരത്തിൽ ജനങ്ങളും പങ്കാളികളാകുമ്പോഴാണ്. അധികാരത്തിന്റെ വികേന്ദ്രീകരണം ഇത് ഉറപ്പാക്കുന്നു. ഒരു സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഭരണത്തിൽ പങ്കാളികളാക്കുന്ന പ്രക്രിയ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അധികാര വികേന്ദ്രീകരണത്തിലെ വെല്ലുവിളികൾ തരണം ചെയ്തും അവ പരിഹരിച്ചു മുന്നോട്ട് പോകേണ്ടത് ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിന് അനിവാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട്. വളരെ പ്രധാനമാണ് കേട്ടോ. നമ്മൾ എന്താ പറഞ്ഞത് ഇപ്പോ? അതായത് അധികാരം ജനങ്ങൾക്ക് 7th ചാപ്റ്ററിലെ സെവൻത്ത് സ്റ്റാൻഡേർഡിൽ 8ാമത്തെ ചാപ്റ്ററാണ് പഠിച്ചത്. അപ്പൊ ഭംഗിയായിട്ട് പഠിച്ചു നോക്കി. ഞാൻ പറഞ്ഞു 9ഉം 10ഉം ക്ലാസ്സിലെ ചാപ്റ്ററുകൾ മാത്രമല്ല, കുഞ്ഞു കുഞ്ഞു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ 5, 6, 7, 8 ക്ലാസ്സുകളിലുണ്ട്. അപ്പൊ 9ഉം 10ഉം മാത്രം പഠിച്ചാൽ ഒരു 5 തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. 5, 6, 7, 8 ഒക്കെ ആകുമ്പോൾ അത്ര വലിയ കാര്യമായിട്ട് ഇത് പഠിക്കാണ്ടാവില്ല. 9ഉം 10ഉം ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി കാര്യമായിട്ട് നമുക്കത് പഠിക്കാനും ഉണ്ടാവും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിലെ. ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടാൻ ചെന്ന് ലൈക്ക്, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.